ഏഷ്യാനെറ്റിൽ പ്രേക്ഷക പ്രീതി നേടി ഹിറ്റായി മുന്നേറുന്ന സീരിയലാണ് ചെമ്പനീർ പൂവ്. സീരിയലിൽ നിന്നും ഗോമതി മാറി പകരം റെബേക്ക എത്തിയപ്പോൾ തുടക്കത്തിൽ വലിയ വിമർശനങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതൊക്കെ മാറി ഇപ്പോൾ റെബേക്കയെയും സച്ചിയെയും ഇരു കൈയും നീട്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. റെബേക്കയായി ഇപ്പോൾ രേവതിയെ സ്വീകരിച്ചപ്പോൾ റെബേക്കയും സച്ചിയും തമ്മിലുള്ള, അതായത് റെബേക്കയും അരുണും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ വീണ്ടും ചർച്ചയാകുന്നത്. അതേസമയം സീരിയൽ ഇപ്പോൾ മറ്റൊരു വഴിത്തിരിവിലാണ്. ശ്രുതിയുടെ അച്ഛന് നോട്ടെണ്ണുന്ന മെഷീൻ ഉണ്ടെന്നും സ്വന്തമായി ATM മെഷീൻ ഉണ്ടെന്നും ബീരാൻ തട്ടിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിയുടെ അമ്മ മരിച്ച ശേഷം അവളുടെ അച്ഛൻ മറ്റൊരു കല്യാണം കഴിച്ചെന്നും അത് ശ്രുതിക്ക് ഇഷ്ടപ്പെടാത്തതാണ് അച്ഛനും മകളുമുള്ള പിണക്കത്തിന്റെ വിഷയമെന്നും ബീരാൻ പറയുന്നു. അത് കേട്ട ശ്രുതിക്ക് ശരിക്കും നല്ല ദേഷ്യം വന്നു. താൻ പറഞ്ഞു കൊടുക്കാത്ത കഥകളാണല്ലോ ബീരാൻ പറയുന്നതെന്നോർത്ത് ശ്രുതി ശരിക്കും അന്താളിച്ചു. ദേഷ്യം വന്ന ശ്രുതി ബീരാനോട് നിർത്താൻ പറഞ്ഞു. ശ്രുതിയുടെ ഭാവമാറ്റം കണ്ട എല്ലാവരും ആദ്യം ഒന്ന് ഞെട്ടി. പക്ഷേ അമ്മ മരിച്ചില്ലെന്നും അമ്മ തന്റെ ഉള്ളിൽ ജീവനോടെ ഉണ്ടെന്നും പറഞ്ഞ് ശ്രുതി നൈസായി തടി തപ്പി. എന്നാലും ശ്രുതി സ്വന്തം അമ്മ ജീവിച്ചിരിക്കുമ്പോൾ കുറെ കഥകൾ മെനയാനും ഇങ്ങനെ ഓരോന്ന് പറയാനും കഴിയുന്നുണ്ടല്ലോ എന്നാണ് ആരാധകർ പറയുന്നത്. Rebecca, I'm really sorry, baby, but they are making me do this. Hello, Reb. Hi, darling. How are you? Where are you? It's good, good. ഞാൻ തൃശ്ശൂരാ. തൃശ്ശൂരാണ്. റെബക്ക, എനിക്കൊരു ഹെൽപ്പ് വേണം. എന്താണെന്നറിയോ, എനിക്കൊരു ഇനോഗ്രേഷന് വിളിച്ചു. പക്ഷെ അന്ന് എനിക്ക് ക്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പോ എനിക്ക് ആ ഇനോഗ്രേഷന് പോകാൻ പറ്റില്ല. പക്ഷെ ഇവര് പറയുന്ന ഓൺലൈൻ ഇനോഗ്രേഷൻ ആണ്. ഓൺലൈനിൽ ഇരുന്നിട്ട് നമ്മളൊരു വീഡിയോ എടുക്കുക, ഒരു റിബൺ കട്ട് ചെയ്യുക. അപ്പൊ ആ വീഡിയോ അയച്ചാ മതി. അവരതിന് പേയ്മെന്റും തരാൻ പറഞ്ഞു. അപ്പൊ നിങ്ങക്ക് ചെയ്യാൻ പറ്റുവോടാ? എനിക്ക് പറ്റുന്നില്ലടാ, എനിക്ക് ക്ലാസ് ഉണ്ട്. ഹലോ, ഡേറ്റ് പറഞ്ഞത് 26th. ചെയ്യല്ലേ? അപ്പൊ നീ ജസ്റ്റ് ഒരു റിബൺ പിടിച്ച് കട്ട് ചെയ്യ. എടാ ഒന്നുമില്ല, റിബൺ വെച്ചിട്ട് അത് പിടിച്ചിട്ട് കട്ട് ചെയ്തൊരു വീഡിയോ എടുത്ത് അയച്ചാ മതി. എടാ എനിക്ക് ചിരി വരുന്നു ഇത് പറയുമ്പോ. പക്ഷെ നല്ല പൈസ തരുന്നുണ്ടടാ. ഞാനും ആദ്യമായിട്ട് ഇത് കേട്ടത്. ഓൺലൈൻ കോവിഡിന്റെ ടൈമിലൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ഇപ്പൊ ഈ ടൈമിൽ എങ്ങനെയാടാ ഓൺലൈൻ ഇനോഗ്രേഷൻ? എനിക്ക് അറിഞ്ഞൂടാടാ. വട്ട് ആ വീഡിയോ എടുക്കണം. നീയില്ലേ ഒരു മുറി, ഒരു വിൻഡോന്ന് മറ്റേ വിൻഡോ ഒരു റിബൺ കെട്ടിട്ട് അത് അടുക്കിൽ വന്നിട്ട് സിസർ കൊണ്ട് കട്ട്. ഓക്കെ ആണോടാ നീ ചെയ്യാൻ? ഞാൻ കൊടുക്കട്ടെ അപ്പൊ ഫോൺ അവർക്ക്? ഞാൻ കൊടുക്കാം. ഒരു മിനിറ്റ് ഞാൻ കൊടുക്കാം. ദാ. ഹലോ, റെബേക്ക റെഡി അല്ലേ? 26th. പേയ്മെന്റ് 20,000 ആണ്. ഹലോ, കേക്കുന്നില്ലേ? മതില് കെട്ടിയാ മതി. മതിലിന് കെട്ടിയാ മതി. എന്നിട്ട് മുറിച്ചാ മതി. റെബേക്ക മതി. എടാ ബുദ്ധിമതി, നിനക്ക് ഇപ്പോഴാണോ ബുദ്ധി വന്നേ? ഇതെന്തിണ്ടാണ് പറഞ്ഞ? ഇതൊരു പ്രാങ്ക് കോളാ. ഇവരെന്നെ കൊണ്ട് പ്രാങ്ക് കോൾ ചെയ്യിപ്പിച്ചതാ, മനസ്സിലായോ?
And I was like, എന്ത് മതിലില് കെട്ട്? ഈ മതിലില് കെട്ടണം. Okay. അല്ലാതെ ലൈക്ക് നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് കൊടുക്കും. അതെ, ഞാനിത് എന്നോട് പറയുമ്പോ ഞാനത് എങ്ങനെ ചിരി കൺട്രോൾ ചെയ്ത് അതിന് നീ എനിക്ക് അവാർഡ് തരണം, മനസ്സിലായോ? പക്ഷെ നീ ആദ്യം തന്നെ ചോദിക്കണ്ടേ. രണ്ടാമത്തെ ചിരി കേട്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ ആരും അടുത്തുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ഊക്കാതിരുന്നത് റിയാനെ. ആണോ? ഊക്കാതിരിക്കുന്നത് ആൾക്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി. കാരണം ഒരു ഇനോഗ്രേഷന്റെ ആൾ എന്തായാലും അടുത്ത് കാണില്ല. ഒന്നെങ്കിൽ ആൾക്ക് കോള് കണക്ട് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ. അതെ അതെ അതെ. എനിക്ക് മനസ്സിലായി. പിന്നെ ആ പുള്ളിക്കാരിയും കൂടെ ചിരിയായി കഴിഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി. അപ്പൊ വിളിക്കുന്ന ഒരാൾ അപ്പത്തിന് ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കില്ലല്ലോ. അതെ അതെ അതെ. ഒരു മിനിറ്റ്, അവക്ക് എന്തോ പറയാനുണ്ട്. ഹായ് ചേച്ചി. ഹലോ ചേച്ചി മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്നായിരുന്നു വിളിച്ചത്. മെഹർ. നന്നായി. നമ്മളിവിടെ റിയന്റെ ഇന്റർവ്യൂ എടുക്കുമായിരുന്നു. അപ്പോ ഒരു ചെറിയൊരു പ്രാങ്ക് സെഗ്മെന്റ് ആയിരുന്നു. ഓക്കെ. എന്നാലും മന്ത്ലി കെട്ടിട്ട് എങ്ങനെയാണ് ഇനോഗ്രേറ്റ് ചെയ്തത് എനിക്ക് പഠിച്ചിട്ട് നല്ല ഐഡിയ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാം. ഇതാകുമ്പോ നമുക്ക് അവിടേക്ക് പോകണ്ട. അത് ഇനി നമ്മളത് കൊണ്ടുവരണം ആ സോറി ട്രെൻഡ്. ചേച്ചി.